മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഭക്ഷണശാലകൾക്ക് മുന്നിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കാൻ നിർദ്ദേശം. ബി.ജെ.പി ഭരിക്കുന്ന ഉജ്ജയിൻ മുനിസിപ്പൽ കോർപ്പറേഷനാണ് കടയുടമകൾക്ക് നിർദ്ദേശം നൽകിയത്. വിവരങ്ങൾ നൽകാൻ ദില്ലിയിൽ നിന്ന് സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, തീർത്തും വർഗീയതയുടെ നീക്കമെന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണോ കടയുടമകൾ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? അഞ്ജന സൂചിപ്പിച്ച പോലെ ഈ കൻവാർ യാത്ര കടന്നു പോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിലും മുന്നിൽ കടയുടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്ന് യു.പി. സർക്കാർ ആദ്യം നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് പിന്നാലെ ഉത്തരാഖണ്ഡിലും ഇത് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തുടർച്ചയായാണ് ഇപ്പോൾ വീണ്ടും മധ്യപ്രദേശിൽ ബി.ജെ.പി ഭരിക്കുന്ന ഉജ്ജയിനി മുനിസിപ്പൽ കോർപ്പറേഷൻ കടയുടമകളോട് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പേരും മൊബൈൽ നമ്പരും ഈ ബോർഡുകളിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ നിയമം ലംഘിക്കുന്നവർക്ക് 2000 രൂപ പിഴ അടയ്ക്കാൻ വേണ്ടിയിട്ടും ഉത്തരവിൽ പറയുന്നുണ്ട്. രണ്ടാമതും നിയമം ലംഘിച്ചാൽ അത് 5000 രൂപയായി വർദ്ധിക്കുമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഉപഭോക്താക്കളുടെയും കടയുടമകളുടെയും സേവനം കൂടുതൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അധികാരികളുടെ ഇതുമായി ബന്ധപ്പെട്ട ന്യായീകരണം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളടക്കം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണെന്നും ഉത്തർപ്രദേശിൽ നടപ്പിലാക്കിയതിന് സമാനമായൊരു നടപടിയിലേക്കാണ് മധ്യപ്രദേശ് സർക്കാർ പോകുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. എന്തായാലും കൻവാർ യാത്രയെ തുടർന്ന് യു.പി. സർക്കാരിന്റെ ഉത്തരവ് വലിയ തരത്തിൽ വിമർശനത്തിന് വഴിവെച്ചിരുന്ന സമയത്തു കൂടിയാണ് മധ്യപ്രദേശ് സർക്കാരും ഇത്തരത്തിലൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. അഞ്ജന.